അമൽ, പുതിയ പരിശീലകന്റെ കീഴിൽ വീണ്ടും ഈ സീസണിൽ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയ വഴിയിലേക്ക് തിരിച്ചെത്തുന്നു. ഒഡീഷ FC-യെ 3-2 തോൽപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം. വിശദാംശങ്ങൾ. തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് അത്ര മികച്ച ഒരു ഫോമിലേക്കല്ലായിരുന്നു. അതിന്റെ ഭാഗമായി ആരാധകരുടെ അടക്കം പ്രതിഷേധത്തിന്റെ ഭാഗമായി മാനേജ്മെന്റ് സ്റ്റാറെ തിരിച്ചുവിടുന്നു. പിന്നീട് ഉള്ള മത്സരങ്ങൾ പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ മത്സരത്തിലും അത്തരത്തിൽ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. ആദ്യ മത്സരത്തിൽ യഥാർത്ഥത്തിൽ ഇന്നും ഫോമിൽ കളിച്ചത് ഒഡീഷയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ റിസൾട്ട് ഒഡീഷയ്ക്ക് കിട്ടുകയും ചെയ്തു. 1-0 എന്ന സ്കോറിൽ ആദ്യ പകുതിയും ഒഡീഷ ലീഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച ഒരു തിരിച്ചുവരവ്, ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ താരങ്ങളൊക്കെ തന്നെയും ഗോളടിച്ച് 3-2 ഒരു ഉജ്ജ്വല വിജയമാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇവിടെ നേടിയിട്ടുണ്ടായിരുന്നത്. 4ാമത്തെ മിനിറ്റിൽ തന്നെ ഒഡീഷ ഗോളടിച്ച് മുന്നിലെത്തിയെങ്കിലും പിന്നീട് 60ാമത്തെ മിനിറ്റിൽ പെപ്രയിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് സമനില ഗോൾ നേടുന്നത്. 73ാമത്തെ മിനിറ്റിൽ സബ്ബായിട്ടിറങ്ങിയ ജിമിനസിലൂടെ ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുക്കുന്നു. എന്നാൽ 80ാമത്തെ മിനിറ്റിൽ ഒരു മറുപടി ഗോൾ കൂടി നേടി ഒഡീഷ മത്സരം സമനിലയിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് 3-2 ഒഡീഷ FC-യെ തോൽപ്പിച്ചിരിക്കുന്നു. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ വേണ്ടിയുള്ള മത്സരം കൂടിയായിരുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്. അതായത് വിജയം അനിവാര്യമായിരുന്നു, വിജയിച്ചേ തീരൂ എന്ന ഘട്ടത്തിലാണ് ഒഡീഷ FC-യുമായിട്ടുള്ള മാച്ച് ഇന്ന് വരുന്നത്. 3-1 ഒരു ഘട്ടത്തിൽ കൈവിട്ടു പോകുമെന്ന് തോന്നിച്ച മാച്ച് തിരിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നു. 3-2 2-3 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. അമലാണ് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്.